വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. പ്രതിഷേധവുമായി കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിലെത്തി DFOയ്ക്ക് നിവേദനം നൽകി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാമെന്നും പെട്രോളിംഗ് ശക്തമാക്കാമെന്നും വനം വകുപ്പിന്റെ ഉറപ്പ്. പോലീസിനും രാത്രികാല പെട്രോളിംഗിൽ വന്യമൃഗങ്ങൾ തടസ്സമാകുന്നുവെന്ന് യോഗത്തിൽ പങ്കെടുത്ത SI. നിലമ്പൂർ നോർത്ത് DFO P ദിനേഷ് കുമാറിനാണ് ഡിവിഷൻ കൗൺസിലർ സുരേഷ് പാത്തിപ്പാറയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കാമെന്ന് DFO നിവേദന സംഘത്തിന് ഉറപ്പ് നൽകി. നിലമ്പൂർ പാത്തിപ്പാറയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ വ്യാപക നാശം വിതയ്ക്കുകയാണ്. നിരവധി കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. കൂടാതെ കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. കരിമ്പുഴയും പുന്നപ്പുഴയും കടന്നാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ സുരേഷ് പാത്തിപ്പാറ, പുലിക്കുന്നൽ മുസ്തഫ ഗനി എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ DFO ഓഫീസിലെത്തിയത്. വനം വകുപ്പിന്റെ RRT വിഭാഗം രാത്രികാല പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല. ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റണമെന്നും കൃഷിയിടങ്ങൾ വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളികൾ, പാൽ വെണ്ടർമാർ, മറ്റു ജോലികൾക്ക് പോകുന്നവർ ഉൾപ്പെടെ ഭീതിയിലാണ്. രാത്രിയായാൽ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ കാട്ടാനകൾക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതിനാൽ കൃഷിയും ജീവനും സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാട്ടാനകളെ തിരിച്ച് കാടുകയറ്റുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നിലമ്പൂർ നോർത്ത് DFO P ദിനേഷ് കുമാറും നിലമ്പൂർ റേഞ്ച് ഓഫീസർ P സൂരജും നാട്ടുകാരെ അറിയിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന KNG റോഡിലൂടെ വേണം ആനകളെ കാടുകയറ്റാൻ. അത് വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതിനാൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനാൽ അടിയന്തരമായി ഇന്നു മുതൽ പെട്രോളിംഗ് ശക്തമാക്കാനും വനപാലകരും സന്നദ്ധരായ 10 പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി പുതിയ പ്രതിരോധ സേനയ്ക്ക് രൂപം നൽകാനും തീരുമാനമെടുക്കാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമ്മളിപ്പോൾ DFO ഓഫീസിലാണ്. നമ്മൾ പാത്തിപ്പാറ പ്രദേശത്ത് നിരന്തരം ആന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും ആന വരികയും കൂടുതൽ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ജനവാസ മേഖലയിലാണ് ആന വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഭാവിയിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ആനശല്യം. നിരന്തരമായി നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും വേണ്ട സഹായം ചെയ്യാമെന്ന് പറയുകയും ഉണ്ടായെങ്കിലും കാര്യമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് DFOനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി. റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് നിരന്തരം ഒരു സേനയെ തന്നെ അവിടെ വിന്യസിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പട്രോളിംഗ് നടത്താം എന്നുള്ളതും, അതുപോലെ അവിടുത്തെ യുവാക്കളെ കൂട്ടിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ഈ ആനശല്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരുമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളാണ് ഇപ്പോൾ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. കർഷകരുണ്ട്. കർഷകരെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാം എന്നുള്ളതാണ് ഇപ്പോൾ DFOയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അവിടെ ഫെൻസിങ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ സൈഡുകൾ. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് ഉടനടി നടപടികൾ സ്വീകരിക്കണം എന്നതുകൊണ്ടാണ് അവിടെ ഇവർ സേനയെ വിന്യസിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും പുരോഗതി ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ ബഹുജന പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു സമരപരിപാടികളുമായി നാട്ടുകാർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിക്കാറ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ SI തോമസ് കുട്ടി ജോസഫും ചർച്ചയിൽ പങ്കെടുത്തു. കാട്ടുപന്നികളും കാട്ടാനകളും പോലീസിന്റെ രാത്രികാല പെട്രോളിംഗിന് വരെ ചിലപ്പോൾ പ്രയാസം സൃഷ്ടിക്കുന്നതായും SI പറഞ്ഞു. വേനൽ കടുത്തതോടെ കാടിനുള്ളിൽ ജലാശയങ്ങൾ വറ്റിയതാണ് കാട്ടാനകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ പുഴയോരങ്ങളിലേക്ക് എത്തുന്നത്. പുന്നപ്പുഴ, കരിമ്പുഴ തീരങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള 5 കാട്ടാനകളാണ് രാത്രികാലങ്ങളിൽ പുന്നപ്പുഴയും കരിമ്പുഴയും കടന്ന് പാത്തിപ്പാറയിലേക്ക് എത്തുന്നത്. 20ഓളം പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി DFO ഓഫീസിലെത്തിയത്. ഞങ്ങൾ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാട്ടിൽ ജനങ്ങളെല്ലാവരെയും കൂടി ഞങ്ങൾ ഇതിന്റെ മുന്നിൽ വന്ന് കിടക്കും. പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. RRT ടീം വിളിക്കുമ്പോൾ അവര് വന്നൊരു പടക്കം പൊട്ടിച്ചിട്ട് പോകും. അതുകൊണ്ട് കാര്യമില്ല. ആനകൾ കൃഷികൾ ഏകദേശം നശിപ്പിച്ച് തീർന്നു കഴിഞ്ഞു. അപ്പം ജനജനവാസ മേഖലയിലേക്കും മെയിൻ റോഡിൽ കൂടെ ഒക്കെ നടന്ന് ഓരോ വീടിന്റെ മുറ്റത്തും വന്നപ്പോൾ ചക്ക വരക്കലൊക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ജീവന് തന്നെ ഭയങ്കര ഭീഷണിയായിരിക്കുകയാണ്. വിഷൻ നിലമ്പൂർ. ഇനി കാണും അടിപൊളി നീരാകാശവും
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.